കുന്നംകുളം നഗരത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് പതിവാകുന്നു. പഴയ ജവഹർ തിയേറ്ററിന് മുൻവശത്തെ ജംഗ്ഷനിൽ 3 പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായി. കുടിവെള്ളം പാഴാകുന്നത് പതിവായതോടെ നാട്ടുകാരിൽ പ്രതിഷേധവും കനക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാർ സ്ഥലത്തെത്തി പ്രധാന വാൾവ് അടച്ചതോടെയാണ് ജലപ്രവാഹം നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ വാൾവ് അടച്ചതോടെ ഈ പ്രദേശത്തെ കുടിവെള്ള വിതരണം പൂർണ്ണമായി നിലച്ചു. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. വേനൽക്കാലത്ത് ജലക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ശുദ്ധജലം പാഴാക്കുന്നത് കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലും സമാനമായ സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിന് മുന്നിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 10 ദിവസം പിന്നിട്ടു. ഈ പ്രദേശം ഇപ്പോൾ വലിയ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ്. പൈപ്പ് പൊട്ടി ശക്തമായി വെള്ളം ഒഴുകിയതിനെ തുടർന്ന് റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടു. റോഡിന്റെ വളവു ഭാഗത്താണ് ഈ തകരാർ സംഭവിച്ചിരിക്കുന്നത് എന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. റോഡിലേക്ക് ഒഴുകിയെത്തിയ കല്ലുകളും ചരലും കാരണം ഇരുചക്രവാഹനങ്ങൾ തെന്നി വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവായിട്ടുണ്ട്. 10 ദിവസം മുമ്പ് തന്നെ വിവരം നാട്ടുകാർ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണികൾക്കായി ആരും സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇത്തരത്തിൽ ഓടകളിലേക്ക് ഒഴുകിപ്പോകുന്നത്. പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെയും കച്ചവടക്കാരുടെയും ആവശ്യം.